DKM ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ 1-2 ഡാൻസ് വീഡിയോസ് ചെയ്തിട്ടപ്പോൾ എനിക്ക് റിക്വസ്റ്റ് പോലെ ഇങ്ങനെ വന്ന് ഞാൻ പാട്ടായിട്ട് ചെയ്ത് ഇടാവോ എന്ന്, കംപ്ലീറ്റ് ചെയ്ത് കളിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുവാണ്. നമ്മളൊരു ചാനലൊക്കെ തുടങ്ങി ഏതായാലും വീഡിയോസൊക്കെ ഇട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകണമെന്നും അതിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഒരു ഹെൽപ്പൊക്കെ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നാൽ അതിൻ്റെ തടസ്സങ്ങളുണ്ട് അതിൽ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ പക്ഷേ ഞാനൊരു കാര്യം ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല നമുക്കൊരു ദിവസം ഒരു ഓൺലൈൻ സെഷൻ വെച്ചിട്ട് ഞാനത് പാട്ട് വെച്ച് നിങ്ങളെ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഓരോ ഐറ്റത്തിനും ഓരോ ഓൺലൈൻ സെഷൻ പോലെ നമുക്കത് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടാം. താല്പര്യമുള്ളവർ വരിക. ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീസ് എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട്, ഫ്രീ വെറുതെ ആയിരിക്കില്ല, അതുപോലെ ഒരു വലിയ എക്സ്പെൻസീവ് ഒന്നും ആവില്ല, ചെറിയ രീതിയിൽ ആര് വന്നാലും നമ്മൾ ദക്ഷിണ പോലെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഈ കല എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ മനസ്സുകൊണ്ട് അവരുടെ ബഹുമാനം, അവരുടെ സ്നേഹം ദക്ഷിണയായിട്ട് നമുക്ക് കിട്ടണം, അതല്ലെങ്കിൽ അത് പണമായിട്ട് കിട്ടണം. വെറുതെ കല പഠിപ്പിച്ചു കൊടുത്താൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഞാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോസ് ഒക്കെ കണ്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇനിയും പഠിക്കൂ. ഇങ്ങനെയുള്ള കൊറിയോഗ്രാഫീസ് ഒക്കെ നോക്കി നിങ്ങൾ പഠിച്ചെടുക്കണം കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ കളിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ കളിക്കണം. പിന്നെ അത് കളിക്കുന്നത് നിങ്ങളുടെ കഴിവും അറിവും അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് മാത്രം. ഓക്കെ, സോ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത വീഡിയോ ഇതിന്റെ കണ്ടിന്യൂഷൻ കാണുമ്പോഴേക്കും അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പങ്കുവയ്ക്കുക. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഓക്കെ, ശരി. പിന്നെ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് നമ്മൾ അളവുകൾ പഠിക്കുന്നുണ്ട്. എന്നാൽ പഞ്ചനട പഠിക്കുമ്പോൾ തപ്പധിമ്മി, അതായത് ചതുരശ്രം നമ്മൾ പഠിക്കും. ആ ചതുരശ്രം നമുക്ക് പല രീതിയിൽ ചെയ്യാം, അത് പല പല ഭംഗിയിൽ ചെയ്ത് പഠിക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കാണുന്നത്. അത് മാത്രം. ഓക്കെ, സോ ശരി. സോ ചതുരശ്രം മാത്രം കേട്ടോ. അതാണ്, അത് മാത്രമാണ് നമ്മൾ ചെയ്യണത്. ഇത് കലാക്ഷേത്ര പാണി അനുസരിച്ചിട്ട് അതിന്റെ കാലിന്റെ പൊസിഷൻ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ പൊസിഷൻ ചെയ്യാം. അപ്പൊ ഈ തക്കത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് എല്ലായിടത്തും നമുക്ക് കളിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും ഈ ആദ്യതാളത്തിൽ തന്നെ വരുന്നത് കൊണ്ട്. അപ്പൊ ഇതാണ് ചതുരശ്രം. അതിൽ ഓർക്കണം, എന്ന് നമ്മൾ ചവിട്ടാറില്ല. അങ്ങനെ പഠിപ്പിക്കുന്നവരും ഉണ്ട്. ഞാൻ അതിനോട് ഒബ്ജക്ഷൻ ഒന്നും എനിക്ക് അതിന് എടുത്തില്ല. പക്ഷെ നമ്മുടെ സ്റ്റൈൽ ഇങ്ങനെയാണ്. കാല് പറിച്ചെടുക്കാതെ ഉപ്പൂറ്റി പിന്നെ കാല് പൊക്കണ്ട. അപ്പൊ ഇതാണ് തക്കത്തിമി. ഇത് കലാക്ഷേത്ര രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ കാലയിൽ ഷേപ്പിൽ ഇത് ഇങ്ങനെ വരും. എന്നിട്ട് അപ്പോ ഇത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോ നേരെ വെച്ച് പഠിപ്പിച്ചാലും മതി. ഈ എൽ ഷേപ്പിലേക്കൊക്കെ പിന്നീട് വരാവുന്നതാണ്. ഇതെന്റെ ഒരു സജഷനാണ്. നമ്മൾ നോർമലി കളിക്കുമ്പോൾ സാധാരണ പോലെയല്ലേ വയ്ക്കണേ. ഈ നമ്മുടെ കലാക്ഷേത്ര അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രഡീഷണൽ ഐറ്റംസിന് ചിലപ്പോൾ നമ്മൾ അതിന്റെ തീർമാനമൊക്കെ ചെയ്ത് വരുമ്പം, തട്ടുമിട്ടൊക്കെ ചെയ്ത് വരുമ്പം തക്കതിന്നി അങ്ങനെ കളിക്കും. ഓക്കെ, അത് നിങ്ങൾ പഠിപ്പിച്ചോളൂ. പക്ഷെ അതിനോടൊപ്പം ഇത്. അപ്പൊ ഈ തക്കതിന്നി ചെയ്യുമ്പം വെറുതെ നമ്മളിങ്ങനെ കരമണ്ഡലത്തിൽ ഇങ്ങനെയാണ് അതൊന്ന് കേട്ടോ. ഇനി ഓരോ വേരിയേഷൻസ് ആണ് അതിങ്ങനെ ഇങ്ങനെ ചെയ്യാവുന്നത്. അപ്പൊ ഒന്ന് നമ്മൾക്ക് ഇങ്ങനെ തന്നു ഇത് ഒരു സ്റ്റൈലാണ്. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കാല് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരണം. ഇത്രയും നിൽക്കണം. ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ഇരുന്നാ പോരാ. കണ്ടാവും അത്രയും അത് ഉയർത്തണം. നമ്മുടെ ഹീൽസ് പുറകിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കാനായിട്ട് പിള്ളേരെ പഠിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബോഡി ഇങ്ങനെ ബൗൺസ് ചെയ്യാൻ പാടില്ല. ഇത് പാടില്ല. അപ്പർ ബോഡിക്ക് ഒരു മൂവ്മെന്റേ അവിടെ വേണ്ട. ഓക്കെ, അപ്പൊ ഒന്ന് കൈ എഴുതി വെച്ച് നമ്മൾ
നോക്കി. അതായത് ത ക ധി മി ത ക ധി മി ത ക ധി മി ത ക ധി മി. കാലിലേക്ക് മാത്രം ആക്കരുത് കേട്ടോ. ഫുൾ വേണം. നമ്മൾ ചെയ്യുന്ന ഫുൾ ബോഡി തക്കൻ. അപ്പൊ കൈ ഇവിടെ വെറുതെ വയ്ക്കാം. ഇനി നിങ്ങൾക്ക് അത് 2 കൈ വെച്ചിട്ട് ചെയ്യിക്കണമെങ്കിൽ ചെയ്യിക്കാം. അപ്പൊ നമ്മള് പിള്ളേർക്ക് ഇത് ചെയ്യുമ്പോഴേ അടവ് എന്നുള്ളതിനേക്കാൾ ഭംഗി ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് കൈ മേളിൽ വെച്ച്. ഓക്കെ, അരമണ്ഡലത്തിലേക്ക് നമ്മൾ വന്നിട്ട് കൈ മേളിലപ്പോ ത ക ധി മി ത ക ധി മി ത ക ധി മി ത ക ധി മി. നോട്ടം ഇവിടെ ഒന്ന് കൊടുത്ത് അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോ അതൊരു വേരിയേഷനാണ്. ഇനി നമ്മൾ ചെയ്യുവാണെങ്കിൽ കൈക്കൊരു മൂവ്മെന്റ് കൊടുക്കാം. അപ്പോ ഇങ്ങനെ വരും. നോക്കിപ്പോ ഇത് ഫുൾ എടുത്തോട്ടോ. അതായത് ഇവിടെ വെച്ചിട്ട് ഒരു കൈ ഡോളർ ഇടാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. ഡോളർ ഇട്ടാൽ ത ക ധി മി 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 ത ക ധി മി. സ്പീഡ് അതുപോലെ അത് ലെഫ്റ്റ് ഇടത് സൈഡിലേക്ക് അടവ് എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് ചെയ്യണം. അപ്പൊ അത് കൈ നീട്ടി കിടക്കാൻ പറ്റും, കൈ നീട്ടി കിടക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാം. ഒരു വേരിയേഷൻ ഇത് കോർണറൊക്കെ ചെയ്യാം കേട്ടോ. തക്ക് ധിർമി തക്ക് ഇതൊക്കെ ചെയ്യാം. പിന്നെ അടുത്തത് നമ്മുടെ തില്ലാനയൊക്കെ പോലെ ജതിസ്വരത്തിലൊക്കെ പോലെ വരുന്നത് പോലെ കൈ ഇവിടെ പുല്ലാക്ക്, മൂക്കിന്റെ പുല്ലാക്ക് ആ പൊസിഷനിൽ പിടിക്കുക, മലർത്തി പിടിക്കുക. നേരെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒന്ന് ചെരിഞ്ഞ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അരമണ്ഡലത്തിലേക്ക് വന്നിട്ട് ത ക ധി മി 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 ത ക ധി മി. അപ്പൊ കണ്ണ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കണ്ണിനൊരു എക്സസൈസ് പോലെ അതും വന്നോളൂ. നമുക്ക് ഇങ്ങനെ പിള്ളേർ ചെയ്യിക്കാം. ഈ ഒരു വേരിയേഷൻ ചെയ്യിക്കാം, അതിന്റെ ലെഫ്റ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇത് കാല് സെയിം തന്നെ വെച്ചുകൊണ്ട് കൈ മാറ്റി മാറ്റി ചെയ്യിക്കാം. എപ്പോഴും ഒരുപോലെ തന്നെ ആവണമെന്നില്ല, നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതായത് തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി. ഞാൻ കാല് ചേഞ്ച് ചെയ്യുന്നില്ല, സെയിം റൈറ്റ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ കൈ മാറ്റി. അപ്പൊ അതൊരു വേരിയേഷൻ ആണ്. അങ്ങനെ നമുക്ക് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കാം. ഇനി ഇങ്ങനെ കൊടുക്കാം. തക്ക ധിമ്മി 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 തക്ക ധിമ്മി. അപ്പൊ ഒരു റൗണ്ട് പോയി നന്നായി ബെൻഡ് ചെയ്തു, തിരിച്ച് താഴെ വന്നു. ഇനി ലെഫ്റ്റ് ധിമ്മി ഒരു റൗണ്ട് പോയി തിരിച്ച് ഇവിടെ വരാം. ഇതൊരു വേരിയേഷനാണ് അല്ലേ? അപ്പോ നമുക്ക് തക്ക ധിമ്മി അടവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടവാണ്. സാധാരണ എല്ലാവരും നമ്മളത് ചെയ്യും. അപ്പൊ ഇത്രയും വേരിയേഷൻസ് അതിന് കൊടുക്കാം. ഇനി നിങ്ങൾ ആലോചിച്ചാൽ ഒരുപാട് വേരിയേഷൻസ് വരും. ഓക്കെ, സോ ഒരു കൊച്ചു വീഡിയോ, ഒരു കൊച്ചു ടോപ്പിക് ആണ് ഇത്. സോ താങ്ക് യു സോ മച്ച്. കുഞ്ഞുങ്ങളെ തക്കത്തിനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ കൈയുടെ മൂവ്മെൻറ്റ്സ് കൂടെ ചേർത്ത് വെറൈറ്റി ആയിട്ട് പഠിപ്പിക്കാം. ഓക്കെ, സോ താങ്ക് യു വൺസ് അഗെയിൻ. എല്ലാവർക്കും നല്ല ഒരു ഡാൻസിങ് ടൈം ആശംസിക്കുന്നു. വീക്കെൻഡ് ടോക്സ് ശരിക്കും പറഞ്ഞാൽ എല്ലാം പറയാനുള്ളൊരു വേദിയാണ്, പക്ഷെ ഞാനിപ്പോൾ ഡാൻസ് മാത്രമേ പറയുന്നുള്ളൂ. അതാണ്. എനിവേ മറ്റു ടോപ്പിക്സും ഒക്കെ ആയിട്ട് പിന്നെ വരാം. സോ മേ ഗോഡ് ബ്ലെസ് യു. ലവ് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.